അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ കാമ്പായി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വർണം എന്നുള്ളത്. സ്വർണം എന്നുള്ളത് എക്കാലത്തും മനുഷ്യൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തീരുമാനിക്കപ്പെടുന്ന, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയൊക്കെ തീരുമാനിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലോഹമാണ്. ആ സ്വർണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സ്വർണത്തിൻ്റെ പരസ്പരമുള്ള കൈമാറ്റങ്ങൾ, അതിൽ പലിശ വരുന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് മനസ്സിലാക്കേണ്ടത്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദഹബു ബിദ്ദഹബി വൽഫിദ്ദതു ബിൽഫിദ്ദതി വൽബുറു ബിൽബുറി വശ്ശഈറു ബിശ്ശഈരി വത്തംറു ബിത്തംറി വൽമിൽഹു ബിൽമിൽഹി മിസ്ലൻ ബിമിസ്ലിൻ യദൻ ബിയദിൻ ഫമൻ സാദ ഔ ഇസ്ദാദ ഫഖദ് അർബ അൽ ആഖിദു വൽ മുഅ്തി ഫീഹി സവാ. സ്വർണവും തമ്മിൽ ഇടപാട് നടത്തുമ്പോൾ, വെള്ളിയും തമ്മിൽ ഇടപാട് നടത്തുമ്പോൾ, ഗോതമ്പും അതുപോലെ ബാർലിയും ഈത്തപ്പഴവും ഉപ്പുമെല്ലാം ഇടപാട് നടത്തുന്ന സമയത്ത് അത് മിസ്ലൻ ബിമിസ്ലിൻ, അത് തുല്യമായിട്ടായിരിക്കണം ഇടപാട് നടത്തേണ്ടത്. യദൻ ബിയദിൻ, കൈയോട് കൈ അതേ സ്ഥലത്ത് വെച്ച് തന്നെ അതിൻ്റെ ഇടപാടുകൾ കഴിയണം. ഫമൻ സാദ ഔ ഇസ്ദാദ ഫഖദ് അർബ, ആരെങ്കിലും അത് വർദ്ധിപ്പിക്കുകയോ വർധനവ് ആവശ്യപ്പെടുകയോ ചെയ്താൽ അവൻ പലിശയാണ് ചെയ്തിട്ടുള്ളത്. അൽ-ആഖിദു വൽ മുഅ്തി ഫീഹി സവാ, അത് കൊടുക്കുന്നവനും വാങ്ങുന്നവനും തുല്യനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വളരെ പ്രധാനത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആളുകൾക്കിടയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് അബദ്ധങ്ങളുണ്ട്. ഒന്ന്, സ്വർണം വാങ്ങുന്ന വേളയിൽ പണം റൊക്കം കൊടുത്ത് വാങ്ങുന്നതിന് പകരം മാസാമാസം ഒരു പ്രത്യേക സംഖ്യ അടക്കുകയും അങ്ങനെ ആ സംഖ്യ അടച്ചതിന് ശേഷം സ്വർണം വാങ്ങുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെമ്പാടുമുണ്ട്. പ്രത്യേകിച്ചും സ്വർണത്തിൻ്റെ വില വർദ്ധിച്ചു വരുന്ന സമയത്ത് പല ഗോൾഡ് ജ്വല്ലറികളും ഇത്തരത്തിലുള്ള സ്കീമുമായി ആളുകളെ സമീപിക്കാറുണ്ട്. നിങ്ങൾ അതാത് മാസത്തെ പണം അടച്ചു കഴിഞ്ഞാൽ ആ പണത്തിന് തുല്യമായിട്ടുള്ള സ്വർണം അവിടെ രേഖപ്പെടുത്തുകയും അങ്ങനെ അവസാനത്തിൽ സ്വർണത്തിന് എത്ര വില കൂടിയാലും ശരി, നിങ്ങൾക്ക് ആ രേഖപ്പെടുത്തിയതിനനുസരിച്ചിട്ടുള്ള സ്വർണം നൽകുകയും ചെയ്യും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത് എന്തായിരിക്കണം? യദൻ ബിയദായിരിക്കണം. സ്വർണം നമ്മൾ ഇടപാട് നടത്തുന്ന സമയത്ത് അത് നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കരസ്ഥമാക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. പിന്നീട് കരസ്ഥമാക്കുക എന്നുള്ളത് അതിൽ പലിശ ഉണ്ടാകുന്ന കാര്യമാണ്. അത് അഡ്വാൻസ് പേയ്മെന്റ് നടത്തിയിട്ടാണെങ്കിലും ശരി, അതല്ലെങ്കിൽ നേരത്തെ സ്വർണം നടത്തി പിന്നീട് പണം തരിക എന്ന് പറഞ്ഞതാണെങ്കിലും ശരി, രണ്ടിലും പലിശ വരുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, പഴയ സ്വർണവും പുതിയ സ്വർണവും ആളുകൾ പരസ്പരം പലപ്പോഴും എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. വീട്ടിൽ കിടക്കുന്ന പൊട്ടിയതോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പഴയ ഡിസൈനുകളൊക്കെ ആളുകൾ മാറ്റി പുതിയത് വാങ്ങാൻ വേണ്ടി ജ്വല്ലറികളിൽ പോകാറുണ്ട്. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പലിശ ഇവിടെ പറഞ്ഞതുപോലെ മിസ്ലം ബിമിസ്ല്, തുല്യമായതാണെങ്കിൽ അത് പരസ്പരം എക്സ്ചേഞ്ചിന് പറ്റുകയുള്ളൂ. അതായത് പഴയതാണെന്നോ പുതിയതാണെന്നോ വ്യത്യാസം സ്വർണത്തിന്റെ കാര്യത്തിൽ പരിഗണിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ 10 ഗ്രാം പഴയത് കൊടുത്താൽ പുതിയത് 10 ഗ്രാം കിട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തരികയില്ല, കാരണം അത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ എന്താണ് അതിന്റെ പരിഹാരം? പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്നത്, അത് നീ വെള്ളിയുമായോ അല്ലെങ്കിൽ അത് നീ നിന്റെ മറ്റ് കറൻസിയുമായോ മറ്റോ അതിന്റെ കച്ചവടം അത് വേറെയാക്കുക എന്നുള്ളതാണ്. അതായത് നിന്റെ പഴയ 10 ഗ്രാം സ്വർണം അത് നീ എന്ത് ചെയ്യണം? അവിടെ പോയി കറൻസി വാങ്ങിയിട്ട് അത് വിൽക്കേണ്ടതാണ്. എന്നിട്ട് ആ കറൻസിയുമായി പുതിയ സ്വർണം നീ വാങ്ങേണ്ടതാണ്. അപ്പോൾ നമ്മളതിന് വ്യത്യാസം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ബോധ്യപ്പെടും. വളരെ കുറഞ്ഞ സ്വർണമാണെങ്കിൽ പോലും ചെറിയ രൂപയുടെ വ്യത്യാസം അവിടെ വരുന്നുണ്ട്. അപ്പം അത് പലിശയാണ്. അതുകൊണ്ട് പ്രത്യേകം അത് എന്ത് ചെയ്യണം? അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്യാരറ്റും മറ്റും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്രയാണോ സ്വർണം എന്നതാണ് അവിടെ പരിഗണിക്കേണ്ടത്. 18 ക്യാരറ്റ് ആണെങ്കിൽ അതിൻ്റെ സ്വർണത്തിൻ്റെ അളവ് കുറവായിരിക്കും, 22 ആണെങ്കിൽ സ്വർണത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ എത്രയാണ് സ്വർണമുള്ളത് എന്നതാണ് നമ്മൾ കണക്കാക്കേണ്ടത് പരസ്പരം കൈമാറുമ്പോൾ. ഈ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലിശക്ക് അങ്ങനെ പല തരത്തിലുള്ള ഇനങ്ങളുണ്ട്. പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് തെറ്റായിട്ട് ആളുകൾ അത് കരുതാറുമില്ല. അങ്ങനെ ആളുകൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളിൽ പെട്ടതാണ് സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യം. അത് മനസ്സിലാക്കുക.
മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.